ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ CS പറഞ്ഞുകൊണ്ടിരിക്കണം, ഓരോ ദിവസം പോകും തോറും അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതവും സന്തോഷവും തകർത്ത അവൻ ഇനി ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല രൂപേ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? പിന്നെ ഇവനൊക്കെയല്ലേ മനുഷ്യന്മാരിലും മൃഗങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുന്നത്. ഇവനെ പോലെ ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്താണ് പുറത്ത് കാറിൻ്റെ ശബ്ദം. ദേ മോളും മരുമോനും വന്നു തോന്നുന്നു, വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് പോവുക. അപ്പോൾ സോണിയും ആൽബിയും കാറിൽ നിന്ന് ഇറങ്ങി നല്ല സ്ലോ മോഷനിൽ രണ്ടുപേരും വരികയാണ്. ഓടി വന്ന് നമ്മുടെ കിരണും രൂപയും കല്യാണിയൊക്കെ എല്ലാവരും കെട്ടിപ്പിടിക്കും അവരൊക്കെ. എന്നാലും നിങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ചാരുമോൾ വരുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു. അത് പിന്നെ ഞങ്ങൾ വരുന്നത് തന്നെ പപ്പയ്ക്കും മമ്മിക്കും ബോറ. അങ്ങനെയുള്ളപ്പോൾ ചാരുമോളെ കൂടെ കൊണ്ടുവന്നാൽ അവർക്കത് ഭയങ്കര ബോറായിരിക്കും, പിന്നെ സങ്കടവും ഉണ്ടാവും. അതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത്. സാരമില്ല മോനെ, എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരുടെ കുടുംബത്തിന് സന്തോഷമാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ സങ്കടമൊന്നുമില്ല. പിന്നെ കാണാത്തതിൻ്റെ ചെറിയ നീരസം അത്രയേ ഉള്ളൂ. എന്തായാലും ഇനിയും ഞങ്ങൾക്ക് കാണാമല്ലോ, അതിൽ കുഴപ്പമൊന്നുമില്ല. ദേ എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം നടക്കാൻ പോകുന്നേ, അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ത്രില്ലിലാണ്. അതെ അങ്കിൾ, എന്തായാലും ദേ രണ്ടാമത് നിങ്ങൾ കല്യാണം കഴിച്ച് ഒന്നിച്ചതല്ലേ, ആ വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കാൻ പോകുന്നതുകൊണ്ട് ഞാനും ഭയങ്കര ത്രില്ലില്ല. എടാ അഗസ്റ്റിൻ എന്നെ വിളിച്ചായിരുന്നു മോനെ. അഗസ്റ്റിൻ എന്നോട് പറയുകയും ചെയ്തു കാര്യങ്ങളൊക്കെ. അവരോട് ഞാൻ വരാൻ പറഞ്ഞതാ, അവർക്ക് വരാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ നാളത്തെ ചടങ്ങിൻ്റെ എന്തൊക്കെയാ പ്രത്യേകത, എന്തൊക്കെയാ സ്പെഷ്യല്? നാളെ ഈ ഒരു ചടങ്ങ് മാത്രമല്ല നടക്കാൻ പോകുന്നത്, പിന്നെ എന്ത് ചടങ്ങാണ് കല്യാണി എന്നും നമ്മുടെ ആൽബി ചോദിക്കുക. നാളെ മറ്റൊരു ചടങ്ങും കൂടെ നടക്കും. എൻ്റെ അമ്മായി അമ്മയുടെ ആങ്ങളെ എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്നൊരു ചടങ്ങ്. അത് കേട്ടതും എന്താ മനസ്സിലായില്ല? അതായത് കിരണേട്ടൻ്റെ അമ്മാവനെ എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന ദിവസം എന്നാണ് പറഞ്ഞത്. എടാ ആൽബി മോനെ, എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? എൻ്റെ അളിയനെ എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന ദിവസം. അതിനു വേണ്ടിയേ ഒരു അണ്ട നിറയെ എണ്ണ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനേ. അത് തിളച്ചിട്ട് വേണം അവനെ അതിനകത്തിട്ട് മുക്കാൻ. ഇത്രയും ഹൈറ്റും വെയിറ്റുള്ള സാധനത്തിന് അണ്ടാവ് തന്നെ വേണമല്ലോ എന്നും. യാമിനി എന്തൊക്കെ ഈ പറയുന്നേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ പറയാം, നിങ്ങൾ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അകത്തേക്ക് പോവുകയാണ്. ഈ സമയം അകത്ത് കയറിയിരുന്നവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക. എത്ര നാളായി ഇതുപോലെ നിങ്ങളെല്ലാവർക്കും ഭക്ഷണം വിളമ്പി തന്നിട്ട്. അതെ, അത് ശരിയാ. അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ യാമിനി ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ അല്ലാതെ നാളെ ഒരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയല്ലേ, അപ്പം പിന്നെ കാര്യമായിട്ട് ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും എനിക്ക് സന്തോഷമായി. പിന്നെ എന്തൊക്കെയായാലും 10-25 വർഷമാണ് അയാൾ എൻ്റെ നഷ്ടപ്പെടുത്തിയത്. എൻ്റെ സന്തോഷങ്ങളാണ് അയാൾ ഇല്ലാതാക്കിയത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതും അയാളെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികൾക്ക് അവരുടെ ഭർത്താവാണെല്ലാം, എന്നാൽ ഞാൻ എൻ്റെ ആങ്ങളെയാണ് എല്ലാം എന്നും പറഞ്ഞാണ് ജീവിച്ചത്. ഭർത്താവിൻ്റെ വാക്കുകൾക്ക് പോലും വില നൽകാതെ ആങ്ങളയുടെ വാക്കിന് വില നൽകി ജീവിച്ചവൾ. എന്നിട്ടും അവൻ എന്നെ ചതിക്കുകയായിരുന്നു, അവൻ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും അവൻ എന്നോടൊരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വത്തിലും പണത്തിലും മാത്രം കണ്ണുവെച്ചിരുന്നവൻ അവൻ അവസാനം എൻ്റെ ഭർത്താവിനെ തെറ്റിദ്ധാരണയുടെ മൂലം എന്നിൽ നിന്നും അകറ്റി. അതിനുശേഷം എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം എല്ലാ സത്യങ്ങളും അറിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അതിലും ഒരു ചതി, അതും എന്നെക്കൊണ്ട് തന്നെ ചെയ്യിക്കാൻ. അവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? പച്ചയ്ക്ക് കത്തിക്കല്ലേ വേണ്ടത്? എടോ രൂപേ, എന്ത് ചെയ്യാനാ? 10-25 വർഷം നിങ്ങളൊക്കെ ഓരോരോ സ്ഥലത്തും ജീവിക്കുമ്പോൾ ഞാൻ 10-25 വർഷം അമേരിക്കയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അതിനിടയിലും എനിക്ക് ജീവിക്കണമെന്നും ഇത്തിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ കരുതണമെന്നൊക്കെ തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ആൽബി മോനും അവൻ്റെ പപ്പയും മമ്മിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അവർ തന്ന സന്തോഷവും അവർ തന്ന വിശ്വാസവുമാണ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത്. പക്ഷേ എന്തായാലും ഇവരുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ജീവിച്ചു പോന്നു. ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും എന്നെ പിരിഞ്ഞതിൻ്റെ വേദന കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നു എന്നൊക്കെ പറയുക. ഇല്ല ചന്ദ്രേട്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ദൈവം ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകാതെ ദൈവത്തിന് ഒന്നും ഇതാക്കാൻ പറ്റില്ലല്ലോ. ദൈവം എല്ലാം മുകളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും നല്ല നിലയിലെത്തിയതും നമുക്കെല്ലാവർക്കും നല്ലൊരു ഇത് കിട്ടിയതും.
അതെ, ഇതിനൊക്കെ കാരണക്കാരി കല്യാണി മോള. എൻ്റെ മനസ്സ് മാറ്റിമറിക്കാനും മോൾക്ക് എന്നെ എല്ലാം മനസ്സിലാക്കി തരാനുമുള്ള കഴിവുണ്ടായി. അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ കല്യാണിക്ക് കൊടുക്കുക. അത് കേട്ടതും ഞാൻ എന്ത് ചെയ്തു എന്നമ്മേ? മോള് കിരൺ മോനെ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളെ ഞാൻ വീട്ടിൽ നിന്ന് നിങ്ങൾ രണ്ടുപേർക്കും ഒന്നുമില്ലാതെയായി. അതിനുശേഷവും ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ അപ്പോഴൊക്കെ എന്നെ എല്ലാം പഠിപ്പിച്ചു തന്നു ദൈവം. എന്തായാലും കല്യാണി മോളെ, നിന്നെ ഇറക്കി വിട്ടതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയത്. നിങ്ങളെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത സോണിയെ പോലും ഞാൻ അകറ്റി നിർത്തി. എന്തായാലും ഓരോന്നോരോന്നായിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ കാരണം തന്നെയാണ്. അതുകൊണ്ട് ആ ദുഷ്ടൻ്റെ ക്രൂരത എനിക്ക് തിരിച്ചറിയാൻ പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ അമ്മേ, ഈ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ഒന്ന് അങ്കിളിന് അയച്ചു കൊടുത്തേക്കണേ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ലാസ്റ്റ് സെർവർ എന്നും കൂടെ എഴുതിക്കോ. അയാൾ അത് കണ്ടൊന്ന് സന്തോഷിക്കട്ടെ. അപ്പോൾ രൂപ രാഹുൽ വിഷം തന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുക. എന്നാലും ദുഷ്ടക്കാലൻ എൻ്റെ ഭർത്താവിനെ കൊല്ലാനായിട്ട് എനിക്ക് തന്നെ എൻ്റെ കയ്യിൽ തന്നെ വിഷം തരുന്നു, നാശം പിടിച്ചവൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. രൂപയുടെ മെസ്സേജ് വരുമെന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും രൂപയുടെ മെസ്സേജ് വന്നു. അതെ, ആ ഫോട്ടോ കണ്ട് രാഹുൽ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുക. ലാസ്റ്റ് സെർവർ. ആവൂ, എന്തൊരാശ്വാസം, എന്തൊരു രസകരമായ കാഴ്ച. ഇത് കഴിഞ്ഞാൽ ചന്ദ്രസേനൻ പോകും പരലോകത്തേക്ക്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനം സഫലമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാരി, എന്താ ഇത്ര ചിരിക്കാൻ? ഞാൻ ഇനിയും ചിരിക്കും. ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് നിനക്ക് കാണേണ്ടി വരികയും ചെയ്യും. അത് കേട്ടതും എന്താ ഇത്ര പൊട്ടിച്ചിരിക്കാൻ? അങ്ങനെ പൊട്ടിച്ചിരിച്ചാലേ നിങ്ങളെ വീണ്ടും ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഒരു ഷോക്കല്ല തരാൻ പോകുന്നത്, രണ്ട് ഷോക്കായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് കേട്ടതും എൻ്റെ ശാരി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കാതെ വല്ല പണിക്കും പോകാൻ നോക്ക്. കുടുംബത്തിലെങ്കിലും 4 കാശിന് ഉപകാരം ഉണ്ടാവട്ടെ, അല്ലാതെ തിന്നും കുടിച്ചും കഴിഞ്ഞിട്ട് എന്താ കാര്യം? അത് കേട്ടതും ശാരി, ഞാൻ ചിരിച്ചത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാവില്ല. നീ നോക്കിക്കോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എനിക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഈ ലോകത്ത് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അതെൻ്റെ പെങ്ങളാ. അയ്യേടാ, നിങ്ങളുടെ പെങ്ങള് പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് പോവുക. ഈ സമയം ശാരി പോയി കഴിഞ്ഞത് രാഹുൽ ആലോചിക്കുക. ആരൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതിൽ ഒരു പ്രശ്നവും. പക്ഷേ ഒന്നേ പറയാനുള്ളൂ. എന്തായാലും ഇന്നത്തോടെ ചന്ദ്രസേനൻ്റെ കാര്യം കട്ടപ്പോക. അത് കഴിഞ്ഞിട്ട് വേണം സരയുൻ്റെയും കിരണിൻ്റെയും കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ. എന്തായാലും കാത്തിരിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് നേരം പാതിരാത്രിയായത് കിരണും കല്യാണിയും കാറിൽ വന്നിറങ്ങുക. അപ്പോൾ രാഹുൽ ജനലിൽ കൂടെ നോക്കുവാണ്. അയാൾ നമ്മൾ പോകുന്നതും വരുന്നതും ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട് കല്യാണി. അതെ, അത് ശരിയാ. എന്നാലും ഇത്ര ക്രൂരമായ ഹൃദയം അയാൾക്കുണ്ടല്ലോ കിരണേട്ട. ഒരാളെ കൊല്ലാനും പോലും മടിയില്ലാത്തൊരു ഹൃദയം. അത് തന്നെയല്ലേ പറഞ്ഞത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെയായാലും സംഭവിക്കുന്നത് വേറെ രീതികളിലാണ്. എന്തായാലും നാളെ നമുക്ക് യാമിനി ചേച്ചി പറഞ്ഞതുപോലെ അവനെ എണ്ണയിലിട്ട് പൊരിക്കാമല്ലോ. നമ്മൾ കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട. വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് രണ്ടുപേരും. ഈ സമയം എന്തായാലും പരക്കം പാഞ്ഞ് നടക്കുമല്ല. നടക്കട്ടെ, സന്തോഷത്തോടെ നടക്കട്ടെ. നാളത്തോടെ ഈ സന്തോഷം എല്ലാം അവസാനിക്കും. കേക്ക് മുറിക്കും ഞാൻ, എൻ്റെ വീട്ടിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കും ഞാൻ. എൻ്റെ മോൾക്കും അതൊരു സന്തോഷമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ ജനലടയ്ക്കുക. അങ്ങനെ പാതിരാത്രിയായ സമയത്ത് രൂപ വിളിക്കുക. ഹലോ ഏട്ടാ. എന്തായി രൂപേ? അയാൾക്ക് ചെറിയ വേദനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അസ്വസ്ഥതകളും. എന്തായാലും ഇതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും. എന്തായാലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ എന്നെ അപ്പപ്പം വിളിച്ചറിയിക്കണം രൂപേ. വിളിക്കാതിരിക്കരുത്, ഞാനിവിടെ കാത്തിരിക്കുക. ശരി ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് രൂപ ആലോചിക്കുകയാണ്. ദുഷ്ടക്കാലൻ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ എന്നോട് തന്നെ ഉപദേശിക്കുന്നു. നിനക്കുള്ള കുഴി ഞാൻ കുഴിച്ചിട്ടുണ്ടാ എന്നും ആലോചിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം രാഹുൽ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ശാരി വരിക. എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞ വാക്ക് പാലിക്കാൻ എൻ്റെ പെങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യടാ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പെങ്ങളെ ലോക കള്ളിയാ. ശാരി, നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ ഇങ്ങനെയൊന്നും പറയരുത്. നാളെ ആ ഒരു വീട്ടിൽ എല്ലാം ഉണ്ടാവും. എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നാളെ തകർച്ചയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്രാന്താ, അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനെന്ന് പറഞ്ഞ് ശാരി അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ നേരം വെളുത്തതും
നമ്മുടെ ശാരി കല്യാണിയും പിന്നെ താരയും കിരണും കൂടെ ഒരുങ്ങി വരിക. ആഹാ, മോളും താരയും കൊണ്ടുപോവുകയാണോ? അത് പിന്നെ അവിടെ ഇന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം നടക്കാൻ പോവുക ആൻറ്റി. അതുകൊണ്ട് ചേച്ചി, അതുകൊണ്ട് താര ആൻറ്റിയും വരണം, ആൻറ്റിയും അവിടെ വരേണ്ടതുണ്ട്. അത് കേട്ടതും എനിക്കും കാണണമെന്നുണ്ട് മോളെ അവിടുത്തെ രസകരമായ കാഴ്ചകൾ. പക്ഷേ ആൻറ്റി, ചേച്ചി ഇവിടെ നിന്ന് വന്നാൽ ശരിയാവില്ല, എന്തായാലും വന്ന് എല്ലാം കാണിച്ചു തരാം എന്നൊക്കെ പറയണം. ശരി ശരി, എന്നാൽ നിങ്ങൾ പോയിട്ട് വാ എന്നും പറയാം. അങ്ങനെ അവർ മൂന്നുപേരും പോവുക. അപ്പോൾ രാഹുൽ ജനലെ കൂടെ നോക്കി, കിരണേട്ടാ നോക്ക്, ജനൽ തുറന്നു കിടക്കുന്നുണ്ട്, നമ്മൾ പോകുന്നതും വരുന്നതും ഒക്കെ അവൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ശരിയാ കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിരണം നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ രാഹുൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ഷാരി ജനലെ കൂടെ നോക്കുക. ആരെ നോക്കി നിൽക്കുക നിങ്ങൾ എന്നും ചോദിച്ച് ഷാരിയും ജനലെ കൂടെ നോക്കിയപ്പോൾ വേലക്കാരി ചേച്ചി അവിടെ നിന്ന് അടിച്ചു വരുന്നു. ആഹാ, ഇപ്പം താരയെ എന്നെയും വിട്ട് വേലക്കാരിയെ നോട്ടോ ആയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേലക്കാരികളോടാണല്ലോ കൂറ്. എൻ്റെ ഷാരി, ഞാൻ അവരെ നോക്കിയത് അല്ല. കിരണും കല്യാണിയും താരയും കൂടെ പോയി കാറിൽ കയറി. ഓ, അപ്പം താരയെ നോട്ടം വീണ്ടും തുടങ്ങിയോ? എൻ്റെ ദൈവമേ, ഞാൻ താരയെ നോക്കിയതല്ല, ഞാനേ അവർ പോയത് എങ്ങോട്ടാണ് നോക്കിയതാ. എന്തോ കുഴപ്പമുണ്ട്. അവർ മൂന്നുപേരും ഭയങ്കര ടെൻഷൻ അടിച്ചാൽ കാറിൽ കയറി പോയത്. എന്തായാലും എൻ്റെ അനിയത്തി എനിക്ക് തന്ന വാക്ക് പാലിച്ചു എന്നാണ് തോന്നുന്നേ. മനുഷ്യ, നിങ്ങൾക്ക് വട്ടാ. അപ്പുറത്തെ ഇപ്പോൾ ഒരു വലിയ കൂട്ട നിലവിളി കേൾക്കും. ആ നിലവിളി കേൾക്കുമ്പോൾ അതെനിക്ക് സന്തോഷമുള്ളൊരു നിലവിളിയായിരിക്കും അപ്പുറത്തുനിന്ന് കേൾക്കാൻ പോകുന്നത്. നിങ്ങളൊരു പിണ്ണാക്കം കേൾക്കാൻ പോകുന്നില്ല എന്നും പറയാണ് ഷാരി. അത് കേട്ടതും അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിരണിൻ്റെയും സരയുൻ്റെയും കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ. സരയുൻ്റെ കാര്യത്തിൽ കിരണിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാനോ? അത് ഈ ജന്മത്ത് നടക്കില്ല. അത് കേട്ടതും ആര് പറഞ്ഞു നടക്കില്ലെന്ന്? അത് നടക്കും. സരയു നിൻ്റെ മോളല്ലാത്തതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ അവളുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ലായിരിക്കും. എന്താ നിങ്ങൾ പറഞ്ഞത്? സരയു എൻ്റെ മോളല്ലാന്നോ? അറിയാതെ പോലും വായിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകൾ വീണാലുണ്ടല്ലോ, നിങ്ങളുടെ നാവ് ഞാൻ അറുക്കും. ചലിക്കാൻ പറ്റാത്ത പോലും നല്ലതോ ചീത്തത് പറയാൻ പോലും നിങ്ങളുടെ നാവ് പിന്നെ ചലിക്കില്ല, മനസ്സിലായല്ലോ? അറിയാതെ പോലും എൻ്റെ മോളെ ഈ കാര്യം അറിഞ്ഞു പോരുത്. അവൾ എൻ്റെ മകൾ തന്നെയാണ്, പക്ഷേ അത് അവളറിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, മനസ്സിലായല്ലോ? എൻ്റെ ഷാരി, നിന്നേക്കാൾ കൂടുതൽ എനിക്ക് ഇതുണ്ട് അവളത് അറിയരുതെന്ന്. പക്ഷേ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാലോ. എന്തൊക്കെയായാലും ഇനിയിപ്പോൾ വേറെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് സംഭവിച്ചാലും ശരി, എന്തൊക്കെ നടന്നാലും എനിക്കൊന്നേ പറയാനുള്ളൂ. നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അപ്പുറത്തെ കാര്യം ഇന്ന് നീ അറിയും. എന്തായാലും ആ ചന്ദ്രസേനൻ ഇതോടുകൂടെ തീരും. ചന്ദ്രസേനൻ അവസാനിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ മരണം നമ്മൾക്കെല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമായിരിക്കും തരാൻ പോകുന്നത്. പ്രത്യേകിച്ച് സരയുവിന് ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. നിങ്ങളുടെ പെങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടോ? അതെ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അവളെ മാത്രം. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എൻ്റെ പെങ്ങളിന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം നടത്താൻ പോവുക. അവളുടെ ഭർത്താവിനെ കൊല്ലും, വിഷം കൊടുത്ത് കൊല്ലും. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും അതിനു വേണ്ടി അപ്പുറത്തെ 3 എണ്ണവും അങ്ങോട്ട് പോയിട്ടുണ്ട്. താരയും പോയി. അവൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. താരയുടെ രക്ഷകനാണല്ലോ ചന്ദ്രസേനൻ. അവളെ കുറിച്ച് ഒരക്ഷരം നിങ്ങൾ മിണ്ടരുത്. അതിന് ഞാൻ ചന്ദ്രസേനനെ കുറ്റപ്പെടുത്തില്ല. കാരണം നിങ്ങൾ നശിപ്പിച്ചത് താരയുടെ ജീവിതമാണ്. എന്നാൽ താരയെ രക്ഷിച്ചതും താരയെ ഇന്നീ നിലയിൽ എത്തിച്ചതും ചന്ദ്രസേനനാ. അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ട്, അയാൾക്കൊരു നല്ല ഹൃദയം ഉണ്ടായതുകൊണ്ട് അയാൾ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ തനിക്കതുണ്ടോടോ? എത്രയൊക്കെ ആയാലും സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് വേലക്കാരിയുടെ പിന്നാലെ പോയവനല്ലേ തന്നെ ഒരിക്കലും നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കുക വേണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം, താൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ വെറുതെ ആവോടോ. അപ്പുറത്ത് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും. എന്നാൽ ഇവിടെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ സന്തോഷം മുഴുവനും നഷ്ടപ്പെടും. എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ അവസാനം തെരുവിലേക്ക് ഇറങ്ങാതിരുന്നാൽ നന്ന്. നമ്മുടെ മോളടക്കം എല്ലാവരുടെയും ജീവിതം തകർന്നു. ഇല്ല ഷാരി, ഇല്ല, അങ്ങനെ എൻ്റെ മോളുടെ ജീവിതം തകരില്ല. എൻ്റെ മോൾക്ക് ജീവിതം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളുടെ സന്തോഷകരമായ ജീവിതമാണ് ഇനി നടക്കാൻ പോകുന്നത്. അവൾ കിരണിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കും. ഞാൻ പറഞ്ഞല്ലോ മനുഷ്യ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി അങ്ങനെ ഒരു സ്വപ്നം നടക്കാൻ പോകുന്നില്ല. അവനും ഒരിക്കലും പിരിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും പിരിയാതിരിക്കാനേ ദൈവം പോലും അവർക്ക് കനിഞ്ഞ അനുഗ്രഹം കൊടുത്തിരിക്കുക. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും സൂക്ഷിച്ചോ. ചിലപ്പോൾ ഇത് തനിക്കൊരു തിരിച്ചടിയായിട്ടാണ് വരാൻ പോകുന്നത്. ഇല്ല ഷാരി, ഒരിക്കലും എനിക്കിതൊരു തിരിച്ചടിയാകില്ല. നീ നോക്കിക്കോ. കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിക്കും.
ഒന്ന് പോടോ എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് പോവുകയാണ്. അത് കേട്ടതിന് രാഹുൽ, അതെ ശാരി, ഇന്ന് നിന്റെ നാവ് കൊണ്ട് എന്നെ തള്ളി പറയുന്നത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നീ അത് തിരുത്തി പറയും. ഞാനാണ് ശരി, ഞാൻ മാത്രമായിരുന്നു ശരിയെന്ന് നീ എന്നെ മനസ്സിലാക്കും. എല്ലാം ഞാൻ കാത്തിരിക്കുന്ന നിമിഷമാണ്, എല്ലാം ആ നിമിഷത്തിലേക്ക് എത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, റീത്തുമായി വരുന്ന നമ്മുടെ രാഹുലിൻ്റെ നെഞ്ചത്ത് റീത്ത് വെച്ചുകൊണ്ട് കിരണിൻ്റെ തകർപ്പൻ പ്രകടനമാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.